Assalamu alaikum. Good morning to all. Welcome to the Max class. Let's say dua for knowledge. Rabbi yasir, wala tu'assir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma, Rabbi sidni ilma. So today we are going to learn the word problems based on addition of fractions. Okay. Addition and subtraction of fractions. So take your textbook page number 21. Let us try 7.6. അതിൽ നമുക്ക് കുറച്ച് word problems ചെയ്യാം. Rajan distribute 1/4 of his chocolate bar among his friends and 1/4 of it among his siblings. What fraction of the chocolate bar is left with him? എന്താണ് ക്വസ്റ്റ്യൻ? രാജൻ എന്ത് ചെയ്തു? രാജൻ ഒരു ചോക്ലേറ്റ് ബാറിൽ ആ ചോക്ലേറ്റ് ബാറിൻ്റെ 1/4 ഓക്കെ 1/4 ആർക്ക് കൊടുത്തു? അവൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു. അതിൻ്റെ ബാലൻസ് വന്ന 1/4 ആർക്ക് കൊടുത്തു? അവരുടെ സിബ്ലിങ്സിന് കൊടുത്തു. എങ്കിൽ രാജൻ്റെ കയ്യിൽ ബാലൻസ് എത്ര ചോക്ലേറ്റ് ബാർ ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ ഫ്രാക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഇത് ഫൈൻഡ് ചെയ്യാം? സോ ഇതൊരു ചോക്ലേറ്റ് ബാർ ആണ്. ഓക്കെ, സോ ഇതെന്ന് പറയാൻ നോക്കേ, ഇവിടെ 1/4 ആണ്, ഇവിടെയും 1/4 ആണ്. അതായത് 4 പീസുള്ള ഒരു ചോക്ലേറ്റ് ബാറിൽ ഒരു പീസ് ആർക്ക് കൊടുത്തെന്നാണ് പറയുന്നത്? ഫ്രണ്ട്സിന് കൊടുത്തു. അതുപോലെ തന്നെ 4 പീസുള്ള ചോക്ലേറ്റ് ബാറിൽ ഒരു പീസ് ആർക്ക് കൊടുത്തെന്നാണ് പറയുന്നത്? സിബ്ലിങ്സിന് കൊടുത്തു എന്നാണ് പറയുന്നത്. എങ്കിൽ ബാലൻസ് എത്രയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ചോക്ലേറ്റ് ബാറിന് എത്ര പീസ് കാണും? 4 പീസ് കാണും. ഓക്കെ, 4 പീസസ് കാണും. ഓക്കെ, അതിൽ ആദ്യത്തെ 1/4 എന്ന് പറയുന്നത് ആർക്ക് കൊടുത്തതാണ്? ഫ്രണ്ട്സിന് കൊടുത്തതാണ്. ഇതല്ലേ 1/4? അതായത് 4 പീസിൽ ഒരു ഭാഗം. ഓക്കെ, 4 പീസിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ആർക്ക് കൊടുത്തതാണ്? ഫ്രണ്ട്സിന് കൊടുത്തതാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ചോക്ലേറ്റ് ബാർ among his friends and 1/4 of it among his siblings. സിബ്ലിങ്സിന് എത്ര പാർട്ടാണ് കൊടുത്തത്? ഈ ചോക്ലേറ്റ് ബാറിൻ്റെ വീണ്ടും 4ൽ ഒരു ഭാഗം ആർക്ക് കൊടുത്തു? സിബ്ലിങ്സിന് കൊടുത്തു. അതായത് ദാണ്ട ഈ പാർട്ട് ഇതെന്താണ്? 1/4 ആണ്. 4 പീസിൽ ഒരു പീസ് ആർക്ക് കൊടുത്തു? സിബ്ലിങ്സിന് കൊടുത്തു. ഒരു പീസ് ഫ്രണ്ട്സിനും കൊടുത്തു. ഓക്കെ, ദെൻ ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ചോക്ലേറ്റ് ബാർ ഈസ് ലെഫ്റ്റ് വിത്ത് ഹിം? എങ്കിൽ ബാലൻസ് എത്ര എന്താണ് ചോക്ലേറ്റ് ബാർ, എത്ര ചോക്ലേറ്റ് ബാക്കി ബാലൻസ് ഉള്ള ചോക്ലേറ്റ് ബാറിൻ്റെ ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബാലൻസ് രാജൻ്റെ കയ്യിൽ ഈ 2 പീസേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിൽ എഴുതുന്നത്? 1/4 എന്തായി? ഫ്രണ്ട്സിന് കൊടുത്തു. 1/4 സിബ്ലിങ്സിന് കൊടുത്തു. ബാക്കി 4 എണ്ണത്തിൽ എത്ര പീസുണ്ട്? 2. ദാറ്റ് ഇസ് 2/4. ഇത് എത്രയാണ്? 2/4. ബാലൻസ് എത്ര ഉണ്ടായിരുന്നു? 2/4. 4 പാർട്ടിൽ ചോക്ലേറ്റ് ബാർ 4 പാർട്ടിൽ 2 പാർട്ട് ആർക്ക് കൊടുത്തത്? 2 പാർട്ടേ ഇനി ആരുടെ കയ്യിലുള്ളൂ? രാജൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, സോ ദ ബാലൻസ് ഫ്രാക്ഷൻ ചോക്ലേറ്റ് ബാർ എത്രയാണ്? 2/4. ഈ 2/4നെ എങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്? 2നെയും കോമൺ ആയിട്ട് 2ഉം 4ഉം കോമൺ ആയിട്ട് 2ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട്. സോ നമുക്ക് 2നെയും 4നെയും നമുക്ക് കോമൺ ആയിട്ട് 2 കൊണ്ട് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. സോ ദ ബാലൻസ് എന്ന് പറയുന്നത് 1/2. ആൻസർ എന്താണ്? 2/4 തന്നെയാണ്. 2/4 തന്നെ ഇട്ടിരുന്നാലും മതി, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്ത് 1/2ഉം നമുക്ക് എഴുതാം. മനസ്സിലായോ? എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ? രാജൻ എന്ത് ചെയ്തു? വലിയൊരു ചോക്ലേറ്റ് ബാർ, 4 പീസുള്ള ചോക്ലേറ്റ് ബാറിൽ ഒരു പീസ് ഫ്രണ്ട്സിന് കൊടുത്തു, ഒരു പീസ് സിബ്ലിങ്സിന് കൊടുത്തു. അപ്പോൾ ബാലൻസ് ഉള്ള ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അവളുടെ കയ്യിലുള്ള ചോക്ലേറ്റ് ബാറിൻ്റെ ഫ്രാക്ഷനാണ് ക്വസ്റ്റ്യൻ. ബാലൻസ് എത്ര ഉണ്ട്? 2. അത് എത്ര പാർട്ടിലാണ്? 4 പാർട്ടിൽ 2 പാർട്ട് ആരുടെ കയ്യിലുണ്ട്? രാജൻ്റെ കയ്യിൽ. ഇസ് ഇറ്റ് ക്ലിയർ? സോ അവൈലബിൾ ചോക്ലേറ്റ് എത്രയാണ്? 1/2. ദാറ്റ് ഇസ് 2/4നെ നമ്മൾ റെഡ്യൂസ് ചെയ്താണ് 1/2 എഴുതിയേക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ?
So next is 7th one question. Seema has a piece of blue ribbon and a piece of green ribbon. The blue ribbon is 5 by 8 meter long and the green ribbon is 7 by 8 meter long. Which ribbon is longer and by how much? എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? 7th one ആണ്. 7th question ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? സീമ ഹാസ് എ പീസ് ഓഫ് ബ്ലൂ റിബൺ ആൻഡ് പീസ് ഓഫ് എ ഗ്രീൻ റിബൺ. ഇപ്പോൾ സീമയുടെ കയ്യിൽ ബ്ലൂ റിബണും ഉണ്ട്, ഗ്രീൻ റിബണും ഉണ്ട്. ഓക്കെ, ബ്ലൂ റിബണും ഗ്രീൻ റിബണും ഉണ്ട്. ദ ബ്ലൂ റിബൺ ഈസ് 5 by 8 മീറ്റർ. ബ്ലൂ റിബണിൻ്റെ നീളം എത്രയാണ്? 5 by 8 മീറ്റർ ആണ്. ആൻഡ് ദ ഗ്രീൻ റിബൺ ഈസ് 7 by 8 മീറ്റർ ലോങ്. ഗ്രീൻ റിബണോ 7 by 8 മീറ്റർ നീളം ഉണ്ട്. വിച്ച് റിബൺ ഈസ് ലോങ്ങർ ആൻഡ് ബൈ ഹൗ മച്ച്? എന്താണ് ക്വസ്റ്റ്യൻ? ഈ രണ്ട് ഫ്രാക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് റിബണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏത് റിബണാണ് നീളം കൂടുതൽ? എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? നമുക്ക് അതിൻ്റെ നീളം തന്നിട്ടില്ലേ? അപ്പോൾ നീളം എത്രയാണ് കൂടുതലെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഏത് റിബണാണ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, 5 by 8ഉം 7 by 8ഉം എന്തൊരു ഫ്രാക്ഷൻസ് ആണ്? നോക്കിക്കേ, എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? 5 by 8, 7 by 8. So 5 by 8 and 7 by 8 എന്ന് പറയുന്നത് എന്തൊരു ഫ്രാക്ഷൻസ് ആണ്? ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. Isn't it? Like fractions ആണ്. 5 by 8 and 7 by 8 are like fraction. So ഇതിനെ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? To compare their denominators. Denominators കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആ ലോങ് ആയിട്ടുള്ള റിബൺ വരുന്ന ഫ്രാക്ഷൻ. ഓക്കെ, സോ ഇതിൽ 5ഉം 7ഉം, അതായത് 5 by 8ഉം 7 by 8ഉം കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ രണ്ട് ഫ്രാക്ഷൻസിൻ്റെ എന്താണ് ന്യൂമറേറ്റർ തമ്മിൽ കമ്പയർ ചെയ്യാം. സോ 5ഉം 7ഉം കമ്പയർ ചെയ്യുമ്പം വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? 7 is greater. So we can say that 5 by 8 is less than 7 by 8. അപ്പോൾ ഗ്രേറ്റർ ഏതാണ്? 7 by 8. അപ്പോൾ 7 by 8 ഉള്ള ഫ്രാക്ഷൻ ഉള്ള റിബൺ ആണ് എന്തെന്ന് പറയുന്നത്? ലോങ്. അപ്പോൾ ഏത് റിബൺ ആണ് ലോങ്? ഗ്രീൻ റിബൺ ആണ് ലോങ്. ഓക്കെ, സോ ദ ലോങ് റിബൺ, longer ribbon is green. ഓക്കെ, ലോങ്ങർ റിബൺ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. മനസ്സിലായോ? ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ബൈ ഹൗ മച്ച്. ബാക്കി എന്താണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? എങ്കിൽ എത്ര കൂടുതലെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 5 by 8നേക്കാൾ എത്ര കൂടുതലാണ് 7 by 8? ഓക്കെ, എങ്ങനെയാണ് ഒരു നമ്പറിനേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത നമ്പർ അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്പർ? നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? തന്നിരിക്കുന്ന വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കൂടുതലാണെന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 7 by 8 minus 5 by 8. എങ്ങനെയാണ് നമ്മൾ രണ്ട് ലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷൻ ചെയ്യുന്നത്? ലൈക്ക് ഫ്രാക്ഷൻസ് എന്നാണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ഫ്രാക്ഷൻസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 by 8. ഓക്കെ, 2 by 8. സോ 2 by 8 നമുക്ക് റെഡ്യൂസ് ചെയ്യാമല്ലോ. റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് എഴുതുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി നിങ്ങൾ റെഡ്യൂസ് വെറുതെ തെറ്റിച്ച് വെക്കരുത്. ഒന്നുകിൽ നിങ്ങൾ ഇവിടം വെച്ച് നിർത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യാൻ എന്താണ് നല്ല രീതിയിൽ അറിയാമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 by 4. ഓക്കെ, അപ്പോൾ 5 by 8 7 by 8നേക്കാൾ 1 by 4 കൂടുതലാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 8th ക്വസ്റ്റ്യൻ ആണ്.
സോ ക്വസ്റ്റ്യൻ എന്താണ്? ദി സം ഓഫ് ടു ഫ്രാക്ഷൻ ഈസ് 14/17. If one of the fraction is 4/17, find the other fraction. എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? രണ്ട് ഫ്രാക്ഷൻസിന്റെ സം എന്ന് പറയുന്നത് 14/17 ആണ്. രണ്ട് ഫ്രാക്ഷൻസിന്റെ സം എന്ന് പറയുന്നത് 14/17 ആണ്. അതിൽ ഒരു നമ്പറിന്റെ ഫ്രാക്ഷൻ, അതിൽ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, ഏതാണ്? 4/17. എങ്കിൽ മറ്റേ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം 2/3, 2 + 3 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പം ഞാൻ പറയാണ് രണ്ട് നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് 5 ആണ്. അതിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ മറ്റേ നമ്പർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? മറ്റേ നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ 5ൽ നിന്നും 3 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മറ്റേ നമ്പർ കിട്ടും. ഓക്കെ, അതർ നമ്പർ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. രണ്ട് ഫ്രാക്ഷൻസിൻ്റെ സമ്മും തന്ന് അതിൽ ഒരു നമ്പറും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സമ്മിൽ നിന്നും ആ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എന്ത് ചെയ്യുക? സബ്ട്രാക്ഷൻ ചെയ്യുക. ഓക്കെ, സം എന്ന് പറയുന്നത് 14/17. വൺ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 4/17 ആണ്. എങ്കിൽ അതർ ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതർ ഫ്രാക്ഷൻ is equal to 14/17 minus 4/17. Okay, so 14/17 minus 4/17. So ഈ രണ്ട് ഫ്രാക്ഷൻസ് എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. സോ ലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ത് ചെയ്യുക? ഈ രണ്ട് ഫ്രാക്ഷൻസിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കി എഴുതുക. ദാറ്റ് രണ്ടും സെയിം തന്നെയാണ്. 14/17 minus 4/17 എന്താണ്? ഡിനോമിനേറ്റർ 17 തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. ദാറ്റ് ഇസ് 14 minus 4. What is the answer? 14 minus 4, 10. So the answer is 10/17. Okay, 10/7. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ഏതൊക്കെയായിരുന്നു? 4/17 10/17. Okay, 4/17 and 10/17. Fractions ഏതൊക്കെയാണ്? 4/17 and 10/17. Is it clear? So ഒന്നുകൂടെ നോക്കിക്കോളുക. Listen carefully. The sum of two fractions is 14/17. If one of the fraction is 4/17, find the other fractions. What is the question? രണ്ട് ഫ്രാക്ഷൻസിൻ്റെ സം എന്ന് പറയുന്നത് 14/17 ആണ്. അതിൽ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് 4/17. എങ്കിൽ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? അതർ ഫ്രാക്ഷൻ. അതർ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സം തന്നു കഴിഞ്ഞ് അതിലൊരു ഫ്രാക്ഷനും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മറ്റേ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്? ഈ സമ്മിൽ നിന്നും ഈ അതർ ഫ്രാക്ഷൻ എന്ത് ചെയ്താൽ മതി? ഒരു ഫ്രാക്ഷൻ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതർ ഫ്രാക്ഷൻസ് കിട്ടും. ഓക്കെ, സോ സബ്ട്രാക്ഷനൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്ത് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദ ചാപ്റ്റർ ഈസ് ഓവർ. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. അസ്സലാമു അലൈക്കും.